പ്രളയത്തിനെയും കൊറോണയൊക്കെ തോപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണല്ലേ നമ്മൾ. പലപ്പോഴും അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ ഫേസ് ചെയ്തത് കൊണ്ടായിരിക്കാം ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും തരണം ചെയ്തു പോകാൻ കഴിയുന്ന ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്, പൊതുവെ മലയാളികൾക്കുണ്ട്. അപ്പോൾ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും തരണം ചെയ്തു പോകാനുള്ള ശക്തി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തെ വ്ലോഗ് ആരംഭിക്കാം. അപ്പോൾ എന്നത്തെയും പോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് തുടങ്ങാട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതപ്പോൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ തലേ ദിവസത്തെ കുറച്ച് ചാളക്കറി അല്ലെങ്കിൽ മത്തിക്കറി. ഭയങ്കര വിലയല്ലേ, 400 രൂപയാണ് കേട്ടോ ഇവിടെ കിലോയ്ക്ക്. ഓരോ സ്ഥലത്തും 400, 350. ഇതിൽ കുറഞ്ഞ റേറ്റ് ഇല്ല മത്തിക്ക്. അപ്പോൾ അങ്ങനെ കുറേ നാൾ കൂടി ഇട്ടിച്ചിട്ട് മത്തി മേടിച്ചിട്ട് മാങ്ങിയിട്ട് കറി വെച്ചതാണ്. അപ്പം അത് മാറ്റി വെക്കുക, ചൂടാക്കിയിട്ട് കഴിക്കുക. അങ്ങനെ നമ്മളിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്. നമുക്ക് രാവിലെ ഇന്ന് പൂരിയും ഉരുളക്കിഴങ്ങ് മസാലയുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മൈദ, ഒരു പകുതി ടേബിൾ സ്പൂൺ റവ, ഇത്ര ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക, 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം സാധാരണ നമ്മുടെ ടാപ്പ് വാട്ടർ ഒഴിച്ച ശേഷം നന്നായിട്ട് സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കരുത് കേട്ടോ, 1-2 പ്രാവശ്യമായിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. നമ്മളിപ്പോൾ മൈദ ചേർത്ത് വെക്കുന്നത് കൊണ്ട് ഒരു ഇച്ചിരി പോലും ഇങ്ങനെ കുഴഞ്ഞ മട്ടിലാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ മാവ് കിട്ടുക. അപ്പം നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് പൊടി വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ദോശമാവ് പോലെ ആയിരിക്കും കിട്ടുക. നമ്മൾ പിന്നെ എത്ര പൊടി ഇട്ടാലും സെറ്റാവില്ല. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് പൊടി എടുക്കുക, എന്നിട്ട് നമ്മളത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. ഒരു തുണി നനച്ച് അതിൻ്റെ മീതെ ഇട്ടിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇപ്പൊ രാവിലെ എനിക്ക് അതിനൊന്നും നേരം ഇല്ലാത്തതുകൊണ്ടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ നനച്ചൊന്നും ഇട്ടില്ല, അങ്ങനെ തന്നെ മാറ്റി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണമല്ലോ, അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ലഞ്ച് ബോക്സിലേക്കുള്ള റെസിപ്പികളൊക്കെ റെഡിയാക്കാം. റെസിപ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ഒന്നും ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ തക്കാളി, മുട്ടയും പപ്പടവും മാത്രമുള്ള അവരുടെ ലഞ്ച് ബോക്സ് ഒരു സാധാരണ ദിവസത്തെ ലഞ്ച് ബോക്സ് ആണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, തക്കാളി മുട്ടയൊക്കെ വെക്കുമ്പോഴേ ഞങ്ങൾ ഇങ്ങടേക്ക് മാറി വന്ന സമയത്ത് എനിക്ക് ഒരു കറികളും വെക്കാൻ എനിക്കറിയില്ല. ഞാൻ ഏട്ടനും അന്നമോളും മാത്രമേ ഉള്ളൂ. പഴയ വീടാണ്, കുഞ്ഞടുക്കളയാണ്, സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഒരു ഫ്രിഡ്ജ് പോലും ആ സമയത്തില്ല. അപ്പോൾ അന്നൊക്കെ കുഞ്ഞിന് കൊണ്ടുപോകാനാണെങ്കിലും കൊണ്ടുപോകാനല്ല അവർക്ക് കൊടുക്കാനാണെങ്കിലും ഏട്ടന് ബാങ്കിൽ പോകുമ്പോൾ ഫുഡ് കൊടുത്തു വിടാനാണെങ്കിലൊക്കെ എനിക്ക് സഹായമായിട്ടുള്ളത് ഈ മുട്ടയും തക്കാളിയും പപ്പടവും ഒക്കെ തന്നെയാണ്. അങ്ങനെ വെച്ച് പയ്യെ ഒരു കറി വെച്ചു, പുറകെ അടുത്ത കറി, അങ്ങനെ ഓരോന്ന് വെച്ചിട്ടാണ് ഞാൻ പാചകം പഠിച്ചത്. എന്നെ സഹായിച്ചത് യൂട്യൂബ് തന്നെയാണ്. കാരണം പറഞ്ഞു തരാൻ നമുക്ക് ആരും ഇല്ലാത്തടത്ത് നമുക്ക് ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് റെസിപ്പികളൊക്കെ കണ്ട് പഠിക്കുക എന്നല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ എൻ്റെ അമ്മേനെ. എൻ്റെ അമ്മ വയ്ക്കുന്ന പല രുചികളും കഴിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊതിച്ചു പോയിട്ടുള്ള ദിവസങ്ങളുണ്ട് ആ സമയത്തൊക്കെ. കാരണം എന്നും നമുക്ക് ആകെ വെക്കാൻ അറിയാവുന്നത് മുട്ട വറുക്കുക, തക്കാളി വാട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി ഇതേപോലെ വാട്ടുക, അല്ലെങ്കിൽ നല്ലൊരു സാമ്പാർ വെക്കാനോ അല്ലെങ്കിൽ നല്ലൊരു മോര് കാച്ചാനോ നന്നായിട്ടൊരു നോൺ വെജ് ഒരു മീൻ കറി വെക്കാനോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ എങ്ങനെയൊക്കെയോ പഠിച്ചെടുത്തതായിരുന്നു. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ ആലോചിക്കായിരുന്നു, ഈ കോഴിയും താറാവൊക്കെ മുട്ടയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, എനിക്ക് എന്ത് ഇവർക്ക് കറി വെച്ച് കൊടുക്കാനായിട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നാണ് പാചകം കുറേയൊക്കെ പഠിച്ചത്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയൊക്കെ വെക്കുന്നത് കണ്ടിട്ടുള്ളൊരു ഇത് വെച്ചിട്ട് കുറേയൊക്കെ എനിക്ക് അതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വലിയ കുക്കായി വലിയ ഷെഫാണെന്നൊന്നല്ല പറയണം, എന്നാലും നമ്മൾ പാചകം പഠിച്ചു വന്നിട്ടുള്ളൊരു വഴി പറയായിരുന്നു. അപ്പോൾ അതാ നമുക്ക് പൂരിക്ക് വേണ്ടിയുള്ള മാവ് അവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് തക്കാളി കൂട്ടാനൊക്കെ ആയിട്ടോ. പിന്നെ റെസിപ്പി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലയാണ്. കടുക് പൊട്ടിക്കുക, അതിലേക്ക് കുറച്ച് ഉഴുന്നും അതുപോലെ തന്നെ കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ട്. അതിലിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമ്മുടെ പച്ചമുളക്, വറ്റൽമുളകും വേപ്പിലയും കൂടി ഇടുക. അതിനുശേഷം പച്ചമുളക്, സവാള, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഇത്രയും നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് മസാല എന്ന് പറയുമ്പോൾ അതിലേക്ക് കൂടുതൽ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ല. മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വെച്ചാലും ടേസ്റ്റാണ്. കുറച്ച് ഗരം മസാലയും കൂടി തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പുഴുങ്ങി ഉരുളക്കിഴങ്ങ് നമ്മളിതാ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്, തോലൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക, പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ തടിയുടെ തവിയാണ് കേട്ടോ അടിപൊളി. നന്നായിട്ട് അമർത്തി നമുക്ക് ഉടച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉടഞ്ഞു കിട്ടും. പക്ഷെ ഞാൻ
ഇപ്പോൾ തിരക്കായതുകൊണ്ട് സ്റ്റീലിൻ്റെ തവ കൊണ്ടിട്ട് തന്നെയാണ് ഇളക്കി കൊടുത്തത്. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ഈ മസാലക്കറികളിലൊക്കെ ടേസ്റ്റ് കൂടാനായിട്ട് ഏറ്റവും അടിപൊളി കുറച്ച് മല്ലിച്ചീര ഇങ്ങനെ മല്ലിച്ചപ്പ് ഇങ്ങനെ അരിഞ്ഞിടുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. തക്കാളിക്ക് എപ്പോഴും ഉപ്പൊരു പൊടിക്ക് മുമ്പിട്ട് വെക്കണം. അപ്പോഴേ ആ പുളി ഉപ്പും കൂടിയുള്ള ടേസ്റ്റ് കൊണ്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അത് മെഴുക്ക് വരട്ടി പോലെ നല്ല വരട്ടി ഡ്രൈ ആക്കി എടുത്ത് കൊടുക്കുക. നമ്മുടെ ഇവിടുത്തെ മസാലക്കറി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല ടേസ്റ്റിൽ കുറുകി വരുന്നുണ്ട്. നമ്മൾ വെള്ളം ചേർക്കുമ്പോഴത്തേനും ആദ്യം ഓർക്കും അയ്യോ കൂടിപ്പോയല്ലോ, പക്ഷെ ഇല്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ ഉടച്ചെടുക്കുമ്പോഴത്തേനും നല്ല കറക്റ്റ് നല്ല കുറുകിയ പാകത്തിന് കിട്ടും. പിന്നെ ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മല്ലിച്ചെപ്പും കൂടി അതിൻ്റെ മീതെ ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണമെങ്കിൽ നമ്മൾ ആദ്യം കടുക് പൊട്ടിക്കില്ലേ, പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പട്ട, കറിയാമ്പൂ, ഒരു ഏലക്കയും കൂടിയിട്ട് വേണമെങ്കിൽ പൊട്ടിക്കാം. അപ്പോൾ ഒരു കുറുമ പരുവത്തിലാകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലും ടേസ്റ്റ് ഇങ്ങനെ വെക്കേണ്ടത്. നമ്മളിപ്പോൾ തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ലല്ലോ, അപ്പോൾ കുറുമെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ അതാ പിന്നെ പത്തിരി പ്രസ്സുള്ളതുകൊണ്ട് നമുക്ക് പരത്തേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എണ്ണ അവിടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചെയ്യുന്നത്. അവിടെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ സ്ഥിരം പൂരി ഉണ്ടാക്കുന്ന ചട്ടി കാണുന്നില്ല, അപ്പോൾ ഞാൻ എന്താ പഴയ ഒരു വെള്ളയപ്പ ചട്ടി തപ്പിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാകാൻ വെക്കുന്ന നേരത്ത് ഞാൻ ലോ ഫ്ലെയിമിലാണ് എണ്ണ ചൂടാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇടുന്ന വഴിക്ക് കരിഞ്ഞു പോകും. പക്ഷേ ഇത് ഞാൻ പരത്തിയത് കുറച്ച് വലുതായിപ്പോയി, പ്രസ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് വലുതായി പോയത് കൊണ്ട് ഈ പാത്രം ചെറുതായത് കൊണ്ടും ഇട്ടപ്പോഴത്തേനും സൈഡൊക്കെ ഒന്ന് മടങ്ങി ഒന്ന് ഒടിഞ്ഞ് ഒരു സുഖമില്ലാത്ത വിധത്തിലായിപ്പോയി. എന്നിട്ട് ഞാനത് റെഡിയാക്കി എടുത്തു കേട്ടോ. എൻ്റെ കയ്യിലുണ്ട്, ഇതുകൊണ്ട് തന്നെ പയ്യെ ഇങ്ങനെ മടക്കി തിരിച്ചൊക്കെ കൊടുത്തപ്പോഴത്തേനൊന്നും കുഴപ്പമില്ലാണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് റവ ചേർക്കുകയാണെങ്കിൽ അധികം എണ്ണ കുടിക്കില്ല. ഞാൻ റവ ചേർത്തിട്ടുണ്ട്, പക്ഷെ ഇപ്രാവശ്യം ഉണ്ടാക്കിയതിൽ എന്തോ കുറച്ച് എണ്ണ കുടിച്ച പോലെ ഇരിപ്പുണ്ട്. റവ ചേർത്താൽ അധികം എണ്ണ കുടിക്കില്ല. ഇനി വേറെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. എണ്ണ തീരെ കുടിക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചില റീൽസിൽ കണ്ടിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് കുറച്ച് ഉപ്പ് വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കില്ല എന്ന്. പക്ഷേ അതെങ്ങനെ, അപ്പം നമ്മുടെ പൂരിക്ക് ഭയങ്കര ഉപ്പായി പോവില്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല. ജോക്കൂടെ അവരുടെ ഡ്രസ്സ് മാറി മേപ്പോട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പം അതാണ് അവിടെ വന്ന് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് പോയത്. അപ്പോൾ രാവിലെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. പിന്നെ അവർക്കിനി ലഞ്ച് ബോക്സ് ഇതാക്കി കൊടുക്കണം. ഒരെണ്ണമൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അത് തന്നെ വായിട്ടലച്ച് പറഞ്ഞിട്ടൊക്കെ 10-20 മിനിറ്റ് കൊണ്ടിട്ടാണ് ആ ഒരു പൂരിയൊക്കെ തിന്ന് തീർക്കണത്. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കാം. എനിക്കിത് കാണുമ്പോൾ എൻ്റെ ഇവിടെ വന്നിട്ടുള്ള സമയത്ത് എൻ്റെ അടുക്കളയിലെ പാചകം ഓർമ്മ വരും. തക്കാളി, പപ്പടം, മുട്ട, ഇതായിരുന്നു മെയിൻ. അപ്പോൾ ഇന്ന് തക്കാളിയും പപ്പടവും മുട്ടയാണ്. ഇപ്പം നന്നമോൾക്ക് ഇന്ന് സ്കൂളിൽ സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ അവൾക്ക് പഠിക്കാനായിട്ടൊന്നുമില്ല എന്നുള്ള ഭയങ്കര സന്തോഷത്തിൽ നടക്കുകയാണ്. അപ്പോൾ സ്പോർട്സിലൊക്കെ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രോത്സാഹിപ്പിച്ചൊക്കെ വിട്ടിട്ടുണ്ട്. എന്താവോ എന്തോ, പോയിട്ടൊക്കെ വരട്ടെ എന്നിട്ട് പറയാം. അപ്പോൾ കുറച്ച് തുണി മടക്കാനായിട്ട് കിടക്കണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു പണിയാണ് കേട്ടോ തുണി മടക്കുക. എല്ലാവരും പറയും ജിഫി ഭയങ്കര ഉത്സാഹത്തിൽ പണിയെടുക്കണം. ഇല്ല, എനിക്കും മടിയൊക്കെ വരും. എനിക്കും വയ്യാണ്ടാവുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴാണെങ്കിലൊക്കെ എനിക്ക് നല്ല മടി വരാറുണ്ട് ചില ദിവസങ്ങളിൽ, വയ്യാണ്ടൊക്കെ ആവുന്ന സമയങ്ങളിൽ കേട്ടോ. പക്ഷെ ഞാൻ സ്വയം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയും, പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോഴത്തേനും എൻ്റെ വീട് ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്ത് വിചാരിക്കും, അയ്യോ എൻ്റെ വീട്. കാരണം എൻ്റെ അമ്മയൊക്കെ എപ്പോഴും പറയും വീടൊക്കെ വൃത്തിയാക്കി ഇട്ടില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അത് അവരുടെ ഒരു വിശ്വാസമാണ്. അപ്പോൾ അതൊക്കെ കേട്ട് വളർന്നുകൊണ്ടായിരിക്കാം എനിക്ക് എപ്പോഴും കുറച്ചൊക്കെ വൃത്തിയായിട്ട്, ഞാൻ ഭയങ്കര വൃത്തിക്കാരിയാണെന്നല്ല കേട്ടോ പറയണത്, പറ്റണ പോലെ നമുക്ക് ചെയ്തിടാം. ഒരു മോട്ടിവേഷൻ എന്ന പോലെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനൊരു ക്ലീനിങ് ബ്ലോഗ് ഇട്ടിട്ട് എൻ്റെ ദൈവമേ എന്നെ അതിൽ കുറേ പോസിറ്റീവ് കമൻസ് പറയുന്നുണ്ട്. എന്നാലും ഏതോ ഒരു ആളൻ കുറേ നെഗറ്റീവ് കമൻസ്, ആണുങ്ങൾ ചെയ്യണമെന്നാണോ പറയണത്, പെണ്ണുങ്ങൾ പണിയെടുത്ത് മരിക്കണോ. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പം എൻ്റെ ഭർത്താവ് എന്നെ സഹായിക്കുന്ന എത്രയോ വീഡിയോസ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഒരു ഇടിയപ്പത്തിൻ്റെ അതൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് ചേട്ടൻ തന്നെ വരണം, കാരണം തിരിക്കാൻ പറ്റില്ല എന്ന് ആദ്യമൊക്കെ. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ, ഒരു വലിയ പാത്രം ക്ലീൻ ചെയ്യണമെങ്കിലോ എന്തെങ്കിലും വലിച്ചെടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് വയ്യാണ്ടാകുമ്പോൾ കിച്ചണിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ എന്തിന് കുഞ്ഞു മീനൊക്കെ കൊണ്ടുവരില്ലേ, സത്യം ഞാനത് ക്ലീൻ ചെയ്യാറുകൂടിയില്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡാണ് അതൊക്കെ ചെയ്തു തരുന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോസിൽ പെണ്ണുങ്ങൾ പണിയെടുത്ത് മരിക്കാനായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. സഹായിക്കാൻ മനസ്സുള്ളവർ
ചെയ്യട്ടെ, അല്ലെങ്കിൽ പറ്റണ പണിയാണെങ്കിൽ നമുക്ക് ചെയ്യാം, ഒരാളെ സഹായത്തിന് വിളിക്കേണ്ട ആവശ്യമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതൊരു മോട്ടിവേഷനായിട്ട് എടുക്കാതെ ഒരിക്കലും ഞാൻ ആണുങ്ങൾ പണിയെടുക്കേണ്ടെന്ന് ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല, പറയില്ല. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല. എൻ്റെ അപ്പച്ചനാണെങ്കിലും എൻ്റെ ഭർത്താവാണെങ്കിലും അവർ ഭാര്യമാരെ സഹായിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞ് നമ്മളിതാ കുറച്ച് ഉള്ളി സവാളയൊക്കെ മേടിച്ചിട്ട് ഞാൻ കുറച്ച് മേടിക്കുള്ളൂ കേട്ടോ. കാരണം മഴ സീസൺ ആയതുകൊണ്ട് മുളച്ച് പോകും, ഈർപ്പം തട്ടി ചീഞ്ഞ് പോകും, മുളച്ചും പോകും. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മേടിക്കുള്ളൂ സവാള, ഉള്ളി, വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ ഞാൻ ഒന്ന് വെയിലത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് ഞാൻ വെയിലത്ത് വയ്ക്കും, എന്തെങ്കിലും ഈർപ്പുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് ഓർത്തിട്ട്. അപ്പോൾ നമുക്കിതാ കുഞ്ഞു അയില കിട്ടിയിട്ടുണ്ട്, ചെറിയ അയില കിട്ടിയിട്ടുണ്ട്. ഇത് കാളമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് വൈപ്പിൻ ഭാഗത്തൊക്കെ താമസിക്കുന്ന, ഓൾമോസ്റ്റ് എറണാകുളത്ത് താമസിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. കാളമുക്ക് എന്നുള്ള സ്ഥലത്ത് നമുക്ക് കുറഞ്ഞ വിലയിൽ കൂടുതൽ മീൻ കിട്ടും, കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും. നമുക്ക് ഈ പൊടി മീനൊക്കെ മേടിക്കുമ്പോൾ എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള രീതിയിൽ കിട്ടും. അതിൻ്റെ അകത്ത് നന്ദൻ ഉണ്ടാവും, അയില കുഞ്ഞുണ്ടാവും, അതുപോലെ തന്നെ കുഞ്ഞ് പല്ലിമീൻ ഉണ്ട്. അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ 2-3 ദിവസത്തേക്കുള്ള കറി ഉണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ മേടിച്ചിരിക്കുന്നത് ചെറിയ അയിലയാണ്. ഇതിൽ തന്നെ വറ്റയുടെ കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല വെട്ടി ക്ലീൻ ചെയ്തിട്ട് ഉപ്പും കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് അതിൻ്റെ ഉളുമ്പ് ടേസ്റ്റൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമുക്കിതാ വറുക്കാനാണ്. കാരണം ഫ്രിഡ്ജിലിരുന്ന് വലിച്ചു എടുത്തതുകൊണ്ട് കുറച്ച് ഉടഞ്ഞിട്ടുണ്ട്. അതിന് കറി വെച്ചാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കരുതി നന്നായിട്ട് ഉപ്പും മഞ്ഞളും മുളകും കുറച്ച് ഗരം മസാലയും കൂടി, ഗരം മസാലയുടെ കാര്യം ഞാൻ മറന്നുപോയിട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായില്ല, തീർന്നു പോയി. ഇതൊക്കെ ഇനി പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ കുറച്ച് നമ്മുടെ പാക്കറ്റ് മസാലയില്ലേ, മീറ്റ് മസാല, അതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം. അപ്പം നമുക്കൊരു ചാറ് കറി വേണ്ടേ രാത്രിത്തേക്ക്, എന്നിട്ട് ഇതൊക്കെ ചെയ്യണേ. ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഭയങ്കര വിലയുള്ള നമ്മുടെ മത്തിക്കുട്ടനെ മേടിച്ച് മാങ്ങിയിട്ട് കറി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഉച്ചക്കത്തേക്കല്ല, ഇത് രാത്രിത്തേക്കാണ്. ഞാനപ്പോൾ നേരത്തെ പണിയൊക്കെ തീർത്ത് വെക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു വെള്ളിരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പകുതി എടുത്തുള്ളൂ, നമുക്ക് അത് മതി. കാരണം പകുതി നമുക്ക് നാളെ വല്ല പച്ചടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, വെള്ളരിക്ക പച്ചടി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ കുമ്പളങ്ങ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. വെള്ളരിക്കയല്ലല്ലോ, വെള്ളരിക്കയാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. കുമ്പളങ്ങ മോര് കാച്ചുന്ന പോലെ തന്നെ സെയിം പ്രോസസ്സാണ്, അതുപോലെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്കിതാ എന്തുവാ വെള്ളരിക്ക നമുക്ക് മോര് കാച്ചാം. അതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഈ പച്ചമുളകിൻ്റെ ഒരു എരിവ് മാത്രമേ ഉള്ളൂ. പിന്നെ അവസാനം നമ്മൾ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കും. അപ്പോൾ അതിലേക്ക് പച്ചമുളകും ഉപ്പും മഞ്ഞളും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക. മൺചട്ടി ആയതുകൊണ്ട് ഒന്ന് തീ അങ്ങനെ ചൂടായി വരുമ്പോൾ തന്നെ തിളക്കാൻ തുടങ്ങും. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ. അതിനിടയ്ക്ക് നമുക്ക് അതിന് വേണ്ടുന്നുള്ള അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. കുറച്ച് വെളുത്തുള്ളിയും തേങ്ങാപ്പേരയും കൂടി ഇട്ട് കൊടുക്കുക. ജീരകം ഇട്ടാലും അടിപൊളിയാണ്. ഞാൻ ജീരകം ഇട്ടു, പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. കുറച്ച് ജീരകം ഇട്ട ശേഷം അരച്ചെടുക്കുക. എൻ്റെ മിക്സിയുടെ ആ ജാറിൻ്റെ മൂടിയുടെ വാഷറൊക്കെ പോയി കിടക്കുകയാണ്. അതൊക്കെ ഇനി ശരിയാക്കി വേറെ സെപ്പറേറ്റ് മേടിക്കണം. അപ്പോൾ അതൊക്കെ അരച്ച് നല്ല വെണ്ണ പോലെ ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് താളിക്കാനുള്ള കുഞ്ഞുള്ളിയൊക്കെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെക്കാം. എനിക്ക് താളിച്ചിടാന്ന് വെച്ചാൽ ആ കറീനെ അങ്ങോട്ട് എന്താ പറയുക, നമുക്ക് ഒരാൾക്ക് ഒരു കിരീടം എടുത്ത് വെച്ച് കൊടുക്കില്ലേ, അതുപോലെയാണ് പലപ്പോഴും എനിക്ക് താളിച്ച് കറിയിലേക്ക് ഇടുമ്പോൾ തോന്നുന്നത്. ആ കറി കംപ്ലീറ്റ് ആവണമെങ്കിൽ താളിച്ചിടണം. ഈ തൃശ്ശൂരുകാരുടെയൊക്കെ മീൻകറി കണ്ടിട്ടില്ലേ, അവസാനം ഒരു താളിച്ചിടുന്ന പ്രോസസ്സാണ്. എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ, എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റാണ് ആ മീൻകറി. തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കണ ഒരു കറിയുണ്ട്. ഒരു ദിവസം നമുക്ക് നമ്മുടെ വീഡിയോയിൽ വെക്കാം കേട്ടോ. അപ്പോൾ ആ സെയിം ജാറിൽ തന്നെ കുറച്ച് മോരും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ തേങ്ങ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തന്നെ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ. അതിൻ്റെ പുറകെയാണ് ഞാൻ ഈ മോരടിച്ചിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ ലാസ്റ്റ് പ്രോസസ്സ് എന്നോണം നമുക്ക് താളിച്ചിടാം. എന്തിട്ടെങ്കിലും ഒരു കുറവ് തോന്നുന്നുണ്ടോ? ഇല്ലേ, വേപ്പിലയുടെ കുറവുണ്ട് കേട്ടോ. അതിനകത്ത് വറ്റൽമുളകുണ്ട്, ചെറിയുള്ളിയുണ്ട്, കായമുണ്ട്, കടുകുണ്ട്, ഉലുവയുണ്ട്, വെളിച്ചെണ്ണ എല്ലാം ഉണ്ട്. പക്ഷേ വേപ്പിലയില്ല, എൻ്റെ കയ്യിൽ വേപ്പില തീർന്നു. അപ്പോൾ കറികൾ എല്ലാം വെച്ച ശേഷം, ചോറൊക്കെ വെച്ച ശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. നമ്മൾ വീട്ടമ്മമാരെ എങ്ങനെയാണെന്നോ, എന്ത് കറി ഉണ്ടെങ്കിലും തലേ ദിവസത്തെ ഇച്ചിരി മീൻ കൂട്ടാനുണ്ടെങ്കിലേ
ആഹാ, അടിപൊളിയാ. അല്ലെങ്കിൽ ഇച്ചിരി ചെമ്മീൻ ഒലത്തിയ ചട്ടിയോ അല്ലെങ്കിൽ കുറച്ച് തക്കാളി ഉണ്ടാക്കിയ ചട്ടിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കഴിക്കാറുണ്ടോ? ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. തക്കാളിയുടെ ചട്ടി, അതുപോലെ അച്ചാറിട്ടിട്ട്, അത് കുറവാണ്, എനിക്ക് വല്ല മാങ്ങച്ചാറൊക്കെ ഇട്ടിട്ടുള്ള ചട്ടിയാണ് എനിക്കിഷ്ടം. ആ ചട്ടിയിലേക്ക് ഇച്ചിരി ചോറിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി നമ്മളിതാ പ്ലേറ്റിലേക്ക് ഇടുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ. ഇത് വലിയ സ്റ്റാൻഡേർഡൊന്നും ഇല്ല, സ്റ്റാൻഡേർഡുള്ള ആൾക്ക് അങ്ങനത്തെ കഴിപ്പൊന്നുമല്ല, സാധാരണ കഴിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ചട്ടി കൊണ്ടുപോയിട്ട് കഴിക്കാറുണ്ട് ഞാൻ. എനിക്ക് അത് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. ചെമ്മീനൊക്കെ ആണെങ്കിൽ ചെമ്മീൻ ചട്ടിയിലിട്ട് ചോറൊക്കെ പുരട്ടി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ മത്തി രാജ, ഇനി അങ്ങനെ പറയണം അല്ലേ, അത്രയ്ക്ക് വിലയാണ് ചാളയ്ക്ക്. അപ്പോൾ ചാളയും മാങ്ങയും കൂടി കറി വെച്ചതും പിന്നെ തലേ ദിവസത്തെ പിലോപ്പി വറുത്തുണ്ടായിരുന്നു, അതും ഒക്കെ എടുത്തിട്ട് ഞാൻ എന്താ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഊണ് കഴിക്കാൻ വന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ എന്താ ഒരു സിനിമയും കണ്ടുകൊണ്ട് ഏകദേശം 1 മണിയായിട്ടുള്ളപ്പോഴേക്കും എൻ്റെ സകല പണിയും കഴിഞ്ഞ് വൈകുന്നേരം കുട്ടികൾക്ക് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഇനി എഡിറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്ടിയിൽ പുരട്ടിയ ചോറൊക്കെ കഴിക്കാനായിട്ട്. വീഡിയോയുടെ മുമ്പിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചട്ടിയപ്പാടെ പൊക്കി കൊണ്ടുവന്നേനെ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.